3500 4000 വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം നമ്മൾ ആ കോഴ്സുകൾ. അവർക്ക് ജോലിയില്ലാതെ നിൽക്കുന്നതായിട്ട് ആരും ഇൻ്റർവ്യൂവില്ല. കാരണം ഇപ്പം ജോലിക്ക് ആൾക്കാരെ കിട്ടാനുള്ള സാധ്യത കുറവാണ് ഇപ്പം. കാരണം അത്രയും വിദ്യാർത്ഥികൾ പഠിച്ച് ഈ മാർക്കറ്റിൽ വന്നില്ല ഇപ്പം. പിന്നെ ബയോകെമിസ്ട്രി റിസൾട്ടുകൾ കാണുമ്പോൾ എന്താണ് രോഗം അല്ലെങ്കിൽ എന്താണ് അപാകത എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് വേണമല്ലോ. അപ്പോൾ അതെല്ലാം പഠിപ്പിക്കും. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സക്സസ്ഫുള്ളി പാസ്സാവുന്ന ഒരു കാൻഡിഡേറ്റ്, ഒരു വിദ്യാർത്ഥി, സ്വാഭാവികമായിട്ടും അയാളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നൊരു ജോലിയാണ് അല്ലേ? അപ്പം ഇതിൻ്റെ ജോലി സാധ്യതകളെ കുറിച്ചാണ് നമുക്ക് ഇനി അറിയേണ്ടത്. ഈ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഇല്ലെങ്കിൽ ഒരു രോഗവും നിർണ്ണയിക്കാൻ ഇപ്പം പറ്റില്ല. അറിയാമല്ലോ, ഏത് ഡോക്ടറെ അടുത്തുള്ള ആദ്യം നമ്മുടെ പിന്നെ ബോഡി ഫ്ലൂയിഡ്സ് എല്ലാം ടെസ്റ്റ് ചെയ്യും. അതിൻ്റെ വ്യത്യാസങ്ങൾ അനുസരിച്ച് രോഗം നിർണ്ണയിക്കുന്നത് വളരെ പ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്കറിയാം, മെഡിക്കൽ മേഖല ഒരുപാട് തൊഴിലവസരങ്ങളുള്ള ഒരു മേഖലയാണെന്ന് കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഡോക്ടർ, നഴ്സസ്, ഇതിനപ്പുറത്ത് എന്താണ് ഇതിലെ സാധ്യതകൾ? അതിനെവിടെയൊക്കെയാണ് തൊഴിൽ ലഭിക്കുക? ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്ന, എന്താണ് ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണത്. അതിനെക്കുറിച്ചാണ് ഇത്തവണ കരിയർ സംസാരിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മെഡിക്കൽ അനുബന്ധ മേഖലകൾ അല്ലെങ്കിൽ അലീഡ് ഹെൽത്ത് സയൻസസ് എന്ന് പറയുന്നൊരു മേഖലയുണ്ട്. എന്താണത്? അതിൽ വരുന്ന കോഴ്സുകൾ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്? ഇതൊക്കെ പറഞ്ഞു തരാൻ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമുക്കൊപ്പം ഉണ്ട്, മിസ്റ്റർ MV തമ്പി. സർ, വെൽക്കം. അമൃത സെൻറ്റർ ഓഫ് അലീഡ് ഹെൽത്ത് സയൻസിൻ്റെ ചീഫ് പ്രോഗ്രാം അഡ്മിനിസ്ട്രേറ്ററാണ്. ഒപ്പം അമൃത വിശ്വവിദ്യാപീഠം യൂണിവേഴ്സിറ്റിയുടെ അഡീഷണൽ കൺട്രോളർ ഓഫ് എക്സാമിനാണ് അല്ലേ? അതെ. അപ്പോൾ സർ, എന്തായാലും സാറെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഈ പറയുന്നത് പോലെ വൈദ്യശാസ്ത്രം എന്ന് പറയുന്ന മേഖല, അതിൽ ഡോക്ടർ, നഴ്സ് എന്ന് പറയുന്ന ഈ രണ്ട് പ്രൊഫഷൻ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാം, അതിന് ഗ്ലാമർ പരിവേഷമുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഒരുപാട് സാധ്യതകളുള്ളൊരു മേഖലയാണത്. അതിനകത്ത് പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയാണ് ജോലി ലഭിക്കുക? സ്വാഭാവികമായിട്ട് നമ്മുടെ കുട്ടികൾക്കും ഒപ്പം രക്ഷിതാക്കൾക്കൊക്കെ ഒരു സംശയമുള്ളൊരു സംഭവമാണത്. അപ്പോൾ എന്താണ് ഈ അലീഡ് ഹെൽത്ത് സയൻസ് എന്ന് പറയുന്ന ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അലീഡ് ഹെൽത്ത് സയൻസ് ഫണ്ടമെൻ്റൽ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ അത് ടെക്നോളജി ഡ്രിവൺ കോഴ്സുകളാണ്. ആ കോഴ്സുകളെല്ലാം ടെക്നോളജികൾ ഉപയോഗിച്ച് ഹെൽത്ത് കെയറിനെ, മനുഷ്യരെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന് പഠിപ്പിക്കുന്ന ഒരു ആണത് അലൈഡ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാം. ഈ അലൈഡ് ഹെൽത്ത് സയൻസ് പ്രൊഫഷണൽസ് ഇല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ആശുപത്രിക്ക് നിലനിൽപ്പ് തന്നെ ഇല്ല. കാരണം ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റുള്ള എല്ലാ ടെക്നോളജികളെയും സഹായിക്കുന്ന ജോലി ഈ അലൈഡ് ഹെൽത്ത് സയൻസ് പ്രൊഫഷണൽസാണ്. ഇവർ പ്രത്യേകമായും അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് നമുക്ക് മൂന്നായി കാണാം. ഒന്ന്, മെഷീനുകളിൽ മാത്രം പ്രവർത്തിക്കുന്നവർ. ഉദാഹരണമായി ഡയാലിസിസ് തെറാപ്പി, അവർ ഡയാലിസിസ് മെഷീൻ ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. പിന്നെ മറ്റുള്ള ഇതുണ്ട്, എക്സ്റേ, MRI, റേഡിയോളജിയിൽ അവർ മെഷീനുമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷേ വേറെ ചില ഉപകരണങ്ങളുണ്ട്, കാർഡിയോ വാസ്കുലാർ ടെക്നോളജി എന്ന് പറഞ്ഞ് കാർഡിയോളജിയുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതിക്കുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന അവർ ഉപകരണങ്ങൾ ഉപയോഗിക്കും, പേഷ്യൻറ്റിനെ നോക്കും. പിന്നെ മൂന്നാമതൊരു വെറൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ മൂന്നാമതൊരു ഗ്രൂപ്പുണ്ട്, അവർ പറയുന്നത് ഫിസീഷ്യൻ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫിസീഷ്യൻ അസോസിയേറ്റ്സ് എന്ന് പറയും. അവർ രോഗികളെ നേരിട്ട് കാണുകയും ചികിത്സ നിർണ്ണയത്തിന് ഡോക്ടറെ സഹായിക്കുകയും ചെയ്യുന്നവരാണ്. ഓക്കെ, ബേസിക്കലി പറയുകയാണെങ്കിൽ അത് രോഗനിർണയത്തിന് സഹായിക്കുന്ന അല്ലെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അത്തരം മേഖലകളാണ്, അത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ ഇപ്പോൾ സാർ പറഞ്ഞത് ഒന്ന് എക്സ്റേ അല്ലേ? അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. റേഡിയോ തെറാപ്പി ആവാം, അല്ലെങ്കിൽ റേഡിയോഗ്രാഫി ആവാം, അതുണ്ട്. ഇമേജിങ് ടെക്നിക്ക് എന്ന് പറയുന്നത് മറ്റൊരു ടെക്നോളജി എന്ന് പറയുന്നൊരു മേഖലയുണ്ട്. അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അപ്പം ഇത് ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് ക്ലാസിഫൈ ചെയ്യുന്നത്, ഇപ്പോൾ ഉദാഹരണമായിട്ട് റേഡിയോളജിയെ പറ്റി പറയുകയാണെങ്കിൽ റേഡിയോളജിയിൽ രണ്ട് പ്രധാന ശാഖകളുണ്ട്. ഒന്ന് റേഡിയോ ഇമേജ് ഡയഗ്നോസിസ് ചെയ്യുന്ന സംഭവം. ഫോർ എക്സാമ്പിൾ, അതിനാണെങ്കിൽ എക്സ്റേ, MRI, CT സ്കാൻ, പെറ്റ് സ്കാൻ, അൾട്രാസൗണ്ട്, അങ്ങനെ ഒരുപാട് ഉപകരണങ്ങൾ ഉപയോഗിച്ച് രോഗനിർണയം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ചില ഇൻവേസീവ് ടെക്നിക്കുണ്ട്. ചില റേഡിയോ ന്യൂക്ലിയർ ശരീരത്തിൽ കുത്തിവെച്ച് അതിൻ്റെ പിന്നെ സംക്രമണം മനസ്സിലാക്കി അതനുസരിച്ച് രോഗങ്ങൾ നിർണ്ണയിക്കുന്ന കാര്യങ്ങളുമുണ്ട്. അതുപോലെ മറ്റേതാണെങ്കിൽ റേഡിയോ തെറാപ്പിയാണ്. ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുന്നവർക്ക് റേഡിയേഷൻ കൊടുത്ത് എങ്ങനെ രോഗശമനം സാധിക്കാം,
അതാണ് റെഡി. അപ്പോൾ ഇതിന് രണ്ടിനും ഈ വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്യിച്ചാൽ അവരാണ് ഡോക്ടറുടെ കൂടെ നിൽക്കുന്നത്. പ്രധാനമായും അവരുടെ പ്രധാന ജോലി ഈ ഉപകരണങ്ങളെ, ഈ CT സ്കാൻ, MRI ഉപകരണങ്ങളെ എങ്ങനെ ഉപയോഗിക്കാം, രോഗികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ അതിൽ ഡയഗ്നോസിസ് നടത്താം. അത് കഴിഞ്ഞാൽ ഈ രോഗത്തിൻ്റെ ഇതിൻ്റെ ഈ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഡോക്ടറെ എങ്ങനെ അസിസ്റ്റ് ചെയ്യാം. പിന്നെ ഈ എക്യുപ്മെൻ്റ് എല്ലാം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വളരെ ക്വാളിറ്റി കൺട്രോൾ ഉള്ള ഉപകരണങ്ങളാണ്. ഒന്നിനും ഒരു ലെവലേഷൻ ക്വാളിറ്റി തെറ്റിയാൽ അല്ലെങ്കിൽ ഉപകരണം തെറ്റിയാൽ ഡയഗ്നോസിസ് തെറ്റിപ്പോകും. അതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഭംഗിയായി വൃത്തിയായി മെച്ചപ്പെടുത്താം. അപ്പോൾ ഇതെല്ലാ ജോലികളും പഠിപ്പിക്കുന്നതാണ് ഈ 2 ജോലികൾ. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഡോക്ടർ ആവുക എന്ന് പറഞ്ഞാൽ MBBS പാസ്സാവുക, MBBSലേക്ക് പോവുക, അത് പാസ്സാവുക. അതുപോലെ നഴ്സിംഗ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിന് ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്, BSc നഴ്സിംഗ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പം ഈ അലൈഡ് ഹെൽത്ത് സയൻസസിൽ നമുക്ക് എന്തൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞാൻ വർക്ക് ചെയ്യുന്ന അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് 17 UG പ്രോഗ്രാം ഉണ്ട്, 16 PG പ്രോഗ്രാം ഉണ്ട്, പിന്നെ PhD പ്രോഗ്രാം ഉണ്ട്. ഈ 3 ലെവലിലുണ്ട്. ഈ 17 UG പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ BASLP എന്നൊരു കോഴ്സുണ്ട്, ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി. ഈ സംസാരശേഷി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, കേൾവി ശക്തി, ഇത് സംബന്ധമായ രോഗങ്ങൾ നിർണ്ണയിക്കുക, ചെവിക്കകത്ത് ഈ ഹിയറിംഗ് എയ്ഡ് പോലുള്ള സാധനങ്ങൾ വയ്ക്കുക, സഹായിക്കുക, അതിനുള്ള സംഭവമാണ്. അതുപോലുള്ള വേറെ കോഴ്സ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി ഉണ്ട്, കാർഡിയാക് പെർഫ്യൂഷൻ ടെക്നോളജി, ഡയാലിസിസ് തെറാപ്പി, പിന്നെ ഡയബറ്റിക് സയൻസസ്, പിന്നെ വളരെ പുതിയൊരു കോഴ്സ് ന്യൂറോ ഇലക്ട്രോ ഫിസിയോളജി, ഈ സ്ലീപ്പ് സ്റ്റഡി, EEG സ്റ്റഡി, നെർവ് കണ്ടക്ഷൻ സ്റ്റഡി, അങ്ങനെ ഒരുപാട് ന്യൂറോളജിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പിന്നെ ഡയഗ്നോസിസ് ടൂൾസ് ഉണ്ട്, അതുപയോഗിക്കുന്ന സ്റ്റഡിയുണ്ട്. പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഉണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ കഴിഞ്ഞാൽ രോഗികളെ ഇൻറ്റൻസീവ് കെയർ ടെക്നോളജി ഉണ്ട്. ഇതുപോലെ തന്നെ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എമർജൻസി മെഡിക്കൽ ടെക്നോളജി. ഏത് ആക്സിഡൻ്റ് ഉണ്ടായാലും അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ രോഗിയെ ആദ്യമായി കൊണ്ടുവരുന്നത് കാഷ്വാലിറ്റിയിലാണ്, എമർജൻസി മെഡിസിനിലാണ്. അവിടെ രോഗികളെ എങ്ങനെ ശുശ്രൂഷിക്കാം, അവരെ എങ്ങനെ പരിപാലിക്കാം, അതാണ് എമർജൻസി മെഡിക്കൽ ടെക്നോളജി. അപ്പോൾ ഇങ്ങനെ വിവിധമായ 17 കോഴ്സുകൾ. ഇതെല്ലാം ഈ എന്താണ് പറയുക, ബാച്ചിലർ പ്രോഗ്രാംസ് ആണ്, 3 ഇയർ പ്രോഗ്രാം, 3 ഇയർ പ്രോഗ്രാം പ്ലസ് 1 ഇയർ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. അപ്പോൾ എല്ലാം 4 ഇയർ പ്രോഗ്രാമാണ്. പിന്നെ ഇതുപോലെ തന്നെ വേറൊരു വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ് BSc ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. ഈ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഇല്ലെങ്കിൽ ഒരു രോഗവും നിർണ്ണയിക്കാൻ ഇപ്പം പറ്റില്ല. അറിയാമല്ലോ, ഏത് ഡോക്ടറെ അടുത്തുള്ള ആദ്യം നമ്മുടെ പിന്നെ ബോഡി ഫ്ലൂയിഡ്സിനെല്ലാം ടെസ്റ്റ് ചെയ്യും. അതിൻ്റെ വ്യത്യാസങ്ങൾ അനുസരിച്ച് രോഗം നിർണ്ണയിക്കുന്നത് വളരെ പ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പഠിപ്പിക്കുന്ന ഇതുണ്ട്. ഇപ്പം പ്രധാനമായിട്ടും ആ കുട്ടികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ ലബോറട്ടറികളും NABL അക്രഡിറ്റഡ് ആണ്, ഗവൺമെൻറ്റിൻ്റെ നിഷ്കർഷിച്ച നിയമങ്ങളുണ്ട്. അപ്പോൾ അതിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ രോഗനിർണ്ണയത്തിന് ഉള്ള വളരെ സാധ്യതകളും വളരെ സഹായിക്കാനും. അപ്പോൾ ഈ കുട്ടികളെയെല്ലാം ഞങ്ങൾ പറയുന്നത് ടെക്നോളജിസ്റ്റാണ്. ദേ ആർ ടെക്നോളജിസ്റ്റ്. അവരെ ഈ രോഗനിർണ്ണയത്തിന് സഹായിക്കും. ഓക്കെ. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ഇത്തരം കോഴ്സുകൾ, ഇപ്പോൾ ഈ സാറിപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ന്യൂറോ സംബന്ധമായ പുതിയ സങ്കേതങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ കുട്ടികൾക്ക് തോന്നാം ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. അപ്പോൾ ഇപ്പം നമുക്കറിയാം MBBSലേക്ക് കാലെടുത്ത് വെക്കുക എന്ന് പറഞ്ഞൊരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, അത് കടുകട്ടിയാണെന്നറിയാം. അപ്പോൾ ഇത്തരം കോഴ്സുകൾക്ക് ഈ പറയുന്ന ബാച്ചിലർ പ്രോഗ്രാംസ്, ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഈ അലൈഡ് ഹെൽത്ത് സയൻസിന് അണ്ടറിൽ വരുന്ന ഇതിലേക്കുള്ളൊരു എൻട്രൻസ് ഉണ്ട്, അങ്ങനെ ഒരു എക്സാമിനേഷൻ ഉണ്ടോ? ഞങ്ങൾക്കൊരു എൻട്രൻസ് എക്സാം ഉണ്ട്. എൻട്രൻസ് എക്സാം അനുസരിച്ച് അതിൽ മിനിമം 60% മാർക്കാണ് യോഗ്യത. 12th സ്റ്റാൻഡേർഡിൽ 60% മാർക്ക് വേണം. ആ മാർക്ക് അത് ഒന്നുകൂടെ നമുക്ക് ക്ലാരിഫൈ ചെയ്തു. അതായത് +2 കഴിഞ്ഞ് +2 60% മാർക്ക് കിട്ടുന്നവർക്ക് ആ പരീക്ഷ എഴുതാൻ യോഗ്യതയുണ്ട്. അപ്പോൾ ആ എൻട്രൻസ് പരീക്ഷ എഴുതി അതിൽ യോഗ്യത വരുന്ന കുട്ടികളെ അവരെ റാങ്ക് അനുസരിച്ച് അവരെ വിളിച്ച് അവർക്ക് അഡ്മിഷൻ. അതായത് +2 ഈ പറയുന്ന സയൻസ് സ്ട്രീം തന്നെ വേണം. അതെ, സയൻസ്. ഇപ്പം റേഡിയോളജി ഒക്കെ ആണെങ്കിൽ മാത്തമാറ്റിക്സും കൂടെ വേണം. കാരണം അതിൽ അറ്റോമിക് ഫിസിക്സ്, റേഡിയേഷൻ ഫിസിക്സ് ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അവർ കുറച്ച് മാത്തമാറ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതിന് പിന്നെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ആ സബ്ജക്ട്സുകൾ വേണം. ഇതിപ്പോൾ കമ്മീഷൻ ഫോർ അലൈഡ് ഹെൽത്ത് സയൻസ് ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ഓൾറെഡി അതിപ്പോൾ ഇൻഫോഴ്സ് ആയി കഴിഞ്ഞു. ഇനിയിപ്പം ഭാവിയിൽ ഓൾ ഇന്ത്യ ടെസ്റ്റ്, നീറ്റ് ടെസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അതൊരു ഗ്രോയിങ് സ്റ്റേജിലാണല്ലോ. ഈ ഒരു മേഖല തന്നെ അത്രമാത്രം പോസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ടാണ് അപ്പോൾ പോസിബിലിറ്റി വളരെ ഭയങ്കരമാണ്. കാരണം ഈ ടെക്നോളജീസ് ഇല്ലാതെ ഒരു ആശുപത്രി നടക്കില്ല. ഫോർ എക്സാമ്പിൾ റെസ്പിറേറ്ററി തെറാപ്പി ടെക്നോളജി, വെന്റിലേറ്റർ. രോഗി ഓപ്പറേഷൻ കഴിഞ്ഞ് നേരെ വെന്റിലേറ്ററിൽ പോകുന്നു. അല്ലെങ്കിൽ രോഗം എന്തെങ്കിലും സീരിയസ് മുറിച്ച് വരുമ്പോൾ വെന്റിലേറ്ററിൽ രോഗി പോകുന്ന കേട്ടില്ലേ. അപ്പോൾ ഈ വെന്റിലേറ്ററൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ആ വെന്റിലേറ്റർ ഉപയോഗം പിന്നെ എങ്ങനെ ഭംഗിയായിട്ട് ഉപയോഗിച്ച് രോഗിയെ സംരക്ഷിക്കാം എന്നൊക്കെ പഠിപ്പിക്കുന്ന കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സുകളൊക്കെ പഠിക്കണമെങ്കിൽ നല്ല വൈദഗ്ധ്യവും നല്ല നൈപുണ്യവും വേണം.
അതാണ് ഏറ്റവും പ്രധാനം. സാറ് പറഞ്ഞല്ലോ ഇപ്പോൾ 60% ആണ് പ്ലസ് ടു നമ്മൾ നോക്കുന്ന ഒരു ബേസിക് അല്ലെ ഏറ്റവും മിനിമം എന്ന് പറയുന്ന മാർക്ക്. 60 ഉണ്ടെങ്കിൽ നമുക്ക് ആ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാം. ആ എൻട്രൻസ് പാസ് ആവുന്നതോടുകൂടി നമുക്ക് ഈ പറയുന്ന കോഴ്സുകളിലേക്ക് എൻട്രി. ഈ പറയുന്ന എല്ലാ പ്രോഗ്രാംസിനും ഇത് തന്നെയാണോ ക്വാളിഫിക്കേഷൻ അല്ലേ? കണ്ടീഷൻസ് ഇതാണ്. ഓക്കെ, ഇനി എന്തൊക്കെയായിരിക്കും ഇതിനകത്ത് ബേസിക്കലി ഈ 3 വർഷം കൊണ്ട് പഠിക്കാനുണ്ടാവുക? ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കൊക്കെ ഒരുപക്ഷെ അതിന് താല്പര്യം ഉണ്ടാവും. എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കും? ഈ 3 വർഷത്തെ കോഴ്സ് കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് പഠിപ്പിക്കുന്ന കുട്ടികളെ ഈ അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞ ബേസിക് സയൻസുകൾ പഠിപ്പിക്കും. അതിനൂടെ കമ്പ്യൂട്ടർ പഠിപ്പിക്കും. കാരണം ഇപ്പം നമ്മൾ പല ഹോസ്പിറ്റലുകളും പേപ്പർലെസ്സാണ്. അപ്പം അതിനകത്ത് കമ്പ്യൂട്ടർ പഠിപ്പിക്കും. പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കും. ഇംഗ്ലീഷത്തിൽ സ്പോക്കൺ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഡിസ്ചാർജ് സമ്മറി, പേഷ്യൻറ്റിനെ എഴുതാനുള്ള സമ്മറി എഴുതാനുള്ള ഡിസ്ചാർജ് സമ്മറി, അതിനൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കും. പിന്നെ കമ്പ്യൂട്ടർ പഠിപ്പിക്കും. അങ്ങനെയുള്ള ബേസിക് സയൻസുകൾ പഠിപ്പിക്കും. പിന്നെ അടുത്ത സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ ഈ കുട്ടികൾ ഏത് കോഴ്സിലോട്ടാണ് പോകുന്നത്, ഇപ്പോൾ കാർഡിയോ വാസ്കുലർ ടെക്നോളജി പോകണമെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾ പഠിപ്പിക്കും. ഫസ്റ്റ് ഇയറിൽ എല്ലാം കോമൺ ആയിട്ട് പഠിപ്പിക്കും. എല്ലാം കോമൺ ആയിരിക്കണം. കാരണം എങ്കിലേ അവരൊക്കെ അടുത്തിൽ പ്രിപ്പയർ ചെയ്ത് ഈ രോഗിയെ കണ്ടാൽ രോഗനിർണയത്തിന് എന്തൊക്കെ വേണം എന്ന് പഠിക്കണം. ബയോകെമിസ്ട്രി പഠിച്ചാലേ ഈ പിന്നെ ബയോകെമിസ്ട്രി റിസൾട്ടുകൾ കാണുമ്പോൾ എന്താണ് രോഗം അല്ലെങ്കിൽ എന്താണ് അപാകത എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് വേണമല്ലോ. അപ്പോൾ അതെല്ലാം പഠിപ്പിക്കും. സെക്കൻഡ് ഇയർ മുതൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളെ പറ്റി പഠിപ്പിക്കും. ഇപ്പോൾ അനസ്തേഷ്യ ആണെങ്കിൽ അനസ്തേഷ്യോളജി, അനസ്തേഷ്യ എക്യുപ്മെൻറ്റ്, അനസ്തേഷ്യ ഫാർമക്കോളജി, മെഡിസിൻസ്, അതിനെപ്പറ്റിയൊക്കെ പഠിക്കും. ഇപ്പോൾ ഓരോ മേഖലയിലുള്ളതിനെ ഡിഫറെൻറ്റ് പേപ്പേഴ്സ് ആയിരിക്കും അല്ലേ? അതിന് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതെല്ലാം പഠിപ്പിക്കുന്നത് വിദഗ്ധരായ ഡോക്ടർമാരും അതുപോലെ വിദഗ്ധരായ ടെക്നോളജിസ്റ്റുമാണ്. എല്ലാം ക്വാളിഫൈഡ് ആൾക്കാരാണ്. അതിന് നിയമങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഓരോ വർഷവും ഈ കുട്ടികൾക്ക് 3 പരീക്ഷകളുണ്ട്. ഇൻറ്റേർണൽ പരീക്ഷ, 3 ഫസ്റ്റ് സെക്ഷണൽ, സെക്കൻഡ് സെക്ഷണൽ, പ്രീ യൂണിവേഴ്സിറ്റി. ഈ 3 പരീക്ഷയിലും കൂടെ കുട്ടികൾക്ക് മിനിമം 50% മാർക്കും 80% അറ്റൻഡൻസ് ഉണ്ടെങ്കിലേ അവർ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതാൻ അവർക്ക് യോഗ്യതയുള്ളൂ. കേരള യൂണിവേഴ്സിറ്റിയിലെല്ലാം ആ മാനദണ്ഡങ്ങൾ അവർ പാലിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ടെക്നോളജി കോഴ്സ് ആയതുകൊണ്ടും MBBS പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റായ കോഴ്സുകൾ ആയതുകൊണ്ടും ഇതിൻ്റെ പരീക്ഷാ രീതിയും പരീക്ഷയുടെ വാല്യുവേഷനും ഒക്കെ വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. കാരണം രോഗികളെ കൈകാര്യം, മനുഷ്യരെ ഡയറക്റ്റ് കൈകാര്യം ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ സംഗതി പ്രശ്നമാണ്. ഇനിയിപ്പോൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സക്സസ്ഫുള്ളി പാസ്സാവുന്ന ഒരു കാൻഡിഡേറ്റ്, ഒരു വിദ്യാർത്ഥി, സ്വാഭാവികമായിട്ടും അയാളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നൊരു ജോലിയാണ് അല്ലേ? അപ്പം ഇതിൻ്റെ ജോലി സാധ്യതകളെ കുറിച്ചാണ് നമുക്ക് ഇനി അറിയേണ്ടത്. 100% എംപ്ലോയിഡാണ്. കാരണം ഈ ടെക്നോളജിസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആശുപത്രിയും നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. കാരണം ഇവർ വേണം എന്ത് ചെയ്യണമെങ്കിലും. ഇവർ അസിസ്റ്റ് ചെയ്താലേ ഡോക്ടർമാർക്ക് കൃത്യമായ രോഗനിർണയം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ രോഗനിർണയം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നല്ല ആശുപത്രിയിൽ പഠിക്കുന്ന അലൈഡ് ഹെൽത്ത് സയൻസ് വിദ്യാർത്ഥിക്ക് ജോലി ഉറപ്പാണ്. കാരണം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഞാനിവിടെ ഈ അമൃത ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഏകദേശം ഒരു 3500-4000 വിദ്യാർത്ഥികളെ പഠിപ്പിച്ചാണ് നമ്മൾ ആ കോഴ്സുകൾ. അവർക്ക് ജോലിയില്ലാതെ നിൽക്കുന്നതായിട്ട് ആരും ഇൻ്റർവ്യൂ ഇല്ല. കാരണം ഇപ്പം ജോലിക്ക് ആൾക്കാരെ കിട്ടാനുള്ള സാധ്യത കുറവാണ് ഇപ്പം. കാരണം അത്രയും വിദ്യാർത്ഥികൾ പഠിച്ച് ഈ മാർക്കറ്റിൽ വന്നില്ല ഇപ്പം. കാരണം ഡിമാൻഡ് കൂടുതൽ. അതല്ല, എവരി ഡേ, ഓരോ ദിവസവും ഓരോ പുതിയ എക്യുപ്മെൻറ്റുകൾ വരെയല്ലേ, പുതിയ മരുന്നുകൾ വരെയല്ലേ. രോഗനിർണയം പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പം. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഉപയോഗിക്കാനും എല്ലാം ചെയ്യുന്നതിന് ഈ അലൈഡ് ഹെൽത്ത് വിദ്യാർത്ഥികൾക്കേ സാധിക്കും. അതാണ് എൻ്റെ കാര്യം. ഇനിയിപ്പോൾ എബ്രോഡിലാണെങ്കിലും ഈ പറയുന്ന പോലെ വിദേശത്തൊക്കെയുള്ള പുതിയ ടെക്നോളജികളൊക്കെ അത് അഡോപ്റ്റ് ചെയ്യാനൊക്കെ ഈ പറയുന്ന കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് പെട്ടെന്ന് പറ്റുമോ? അതെ, കാരണം ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലോകത്ത് എവിടെ പോയാലും അവർക്ക് ജോലി ചെയ്യാൻ പറ്റും. കാരണം അതേ ആംബിയൻസാണ്. അവിടെ വിദേശത്തുള്ള ഏത് എക്യുപ്മെൻ്റാണോ അതേ എക്യുപ്മെൻറ്റിന് ഇവിടെയും ഉണ്ട്. അതിലാണ് അവർ പഠിക്കുന്നത്. ഇപ്പം അമൃത ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാൽ നമുക്ക് റോബോട്ടിക് ഉണ്ട്. വി ഹാവ് റോബോട്ടിക് സർജറി ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ റോബോട്ടിക് സർജറി എല്ലാം ഈ കുട്ടികൾക്ക് അറിയാം. അവരത് കാണുന്നു. റോബോട്ടിക് സർജറി ചെയ്യുമ്പോൾ ഡോക്ടറെ സഹായിക്കുന്നു, അസിസ്റ്റ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കാണുകയും ഇതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യുന്നുണ്ട്. വിദേശത്ത് പോയി ജോലി കിട്ടാൻ ഒരു വിഷമവും
ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഞാൻ കാണുന്നില്ല. ഇപ്പോൾ സാർ ഇപ്പോൾ ഈ മേഖല ഒരുപാട് വർഷമായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് എവിടെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇത്തരം കോഴ്സസ് പഠിപ്പിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു തരാൻ കാരണം ഇപ്പോൾ നമുക്ക് ഇവിടെ അമൃതയിലുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ നമ്മുടെ പറയുന്ന പോലെ ഒരു വാസ്റ്റ് ഏരിയ ആണല്ലോ, ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും പോയി ചേരാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഈ കോഴ്സുകളുണ്ടോ? കാരണം ഇത്രയും ഡിമാൻഡുള്ളൊരു മേഖലയാണ് അലൈഡ് ഹെൽത്ത് സയൻസസ് എന്ന് പറയുന്നത്. പക്ഷേ അത്രമാത്രം സപ്ലൈ ഉണ്ടോ എന്ന് സാർ തന്നെ ഒരു സംശയം പറയുന്നു. അത്തരം ആൾക്കാർ മാർക്കറ്റിലുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അപ്പം ഇത്തരം കോഴ്സുകൾ എവിടെയൊക്കെയാണ് ഉള്ളത് ഈ കേരളത്തിന് പുറത്തൊക്കെ? ഇപ്പം കേരളത്തിൽ തന്നെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് അതിൻ്റെ കീഴിൽ പല മെഡിക്കൽ കോളേജിലും നടത്തുന്നുണ്ട്, പല സ്ഥാപനങ്ങളിലും. അതുപോലെ പിന്നെ കേരളത്തിന് പുറത്തും വലിയ ആശുപത്രികളിൽ ഈ കോഴ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ യുണൈറ്റ് ചെയ്ത് ഒരു ക്വാളിറ്റി ഉണ്ടാക്കാനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാനും വിദേശ രാജ്യങ്ങളുമായിട്ട് ഉള്ള ഒരു താരതമ്യപ്പെടുത്തി ഉള്ളൊരു കോഴ്സ് കരിക്കുലമാണ് ഇപ്പോൾ നാഷണൽ കൗൺസിൽ കമ്മീഷൻ ഫോർ അലൈഡ് ഹെൽത്ത് സയൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്, രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അതനുസരിച്ച് മാത്രമേ മറ്റുള്ള സ്ഥലങ്ങളിൽ നടത്താൻ പറ്റുള്ളൂ. ഇപ്പം പല കോളേജുകളിലും നടത്തുന്നുണ്ട്, പക്ഷേ അതിനൊക്കെ ഇപ്പം പിന്നെ ക്വാളിറ്റി ചെക്കിങ് വരും, അതിന് അക്രഡിറ്റേഷൻ വരും. അപ്പം ക്വാളിറ്റി കുറയാൻ പറ്റില്ല. MBBS പോലെ അല്ലെങ്കിൽ മറ്റുള്ള മെഡിക്കൽ മേഖലയിലെ വിദ്യാഭ്യാസം പോലെ തന്നെ ഇതിനും ക്വാളിറ്റി ഉണ്ട് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് പല സ്ഥാപനങ്ങളിലുണ്ട്, ഇന്ത്യയിൽ ഉള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഉള്ള ഒരുപാട് സ്ഥാപനങ്ങളിലുണ്ട്. പക്ഷേ ഈ വിദ്യാർത്ഥികളുടെ ജോലി സാധ്യത എങ്ങനെയാണ്, അവർ എങ്ങനെയാണ് ഈ നൈപുണ്യം ഈ സ്കില്ല് പഠിച്ചു വരുന്നത്, അതാണ് ഭയങ്കര സ്കില്ലിന് മിടുക്കന്മാരാവുന്നവരാണ് ഇതിൽ തന്നെ വളരെ വിദഗ്ധരാകുന്നവർ.